എങ്ങനെ ഉണ്ടായിരുന്നു ആ മണാലി പോക്കും ഫസ്റ്റ് ഡേ ഒക്കെ ആയിട്ട്? അവിടുത്തെ കാലാവസ്ഥ തന്നെ അങ്ങോട്ട് പുറത്തിറങ്ങണ്ട, കിഷകുട്ടി വെച്ചത് പറ്റതല്ലേ അത്? വാലക്കടച്ച് കുറ്റിട്ടിട്ട് ഭയങ്കര ഷോ ആയിരുന്നു. ഞാൻ ഡൽഹിയിൽ നിന്ന് എനിക്ക് ഒരുപാട് സോക്സ് ഒന്നും വേണ്ട, ഞാൻ സർവൈവ് ചെയ്യും, അങ്ങനെ ഇങ്ങനെ ഷോർട്സ് കൊണ്ടിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഒരുപാട് സോക്സ് ഒന്നും വേണ്ട, ഞാൻ സർവൈവ് ചെയ്യും. സത്യസന്ധമായ മറുപടി പറ, എത്ര തവണ കുളിച്ചു? എന്റെ ആളാ ഒരു ദിവസം കുളിക്കാത്തത് ഞാനാണ്. അത് വേറൊന്നും കൊണ്ട് മാസത്തിൽ 2 തവണ കുളിച്ചാലേ എനിക്ക് ജലദോഷം വന്നിടും. ഞങ്ങളൊരു ദിവസം ഒരു ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹം, കാരണം എന്നും ഇതല്ല. അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ ഒരു കടയിൽ പോയി. വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. ഞങ്ങൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഷോപ്പിൽ. ബിരിയാണി കിട്ടി. പിറ്റേ ദിവസം മുതൽ VP ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവനെ പോലെ ഹണിമൂൺ പോകുന്ന കുറെ വധൂരികൾ ഉണ്ടാവും. കുൽസിതം 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 പോലും നമ്മൾ കണ്ടടച്ച് അത് റൂം എടുക്കാൻ പോലും ക്യാഷില്ലാത്ത ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വാച്ച് ചെയ്തോണ്ടിരിക്കുക. നേരത്തെ വ്യക്തമാണ്. ഞാൻ എന്റെ അടുത്തുള്ളവരോട് ഇനി ഇവരെങ്ങാനും ഡൽഹിയിലെത്തിയിട്ട് ഇവിടെ വേറെ എല്ലാവരും കൂടെ ഓടിപ്പോയി ഇത്രയും തീടുക. ഹായ് ഗൈസ്, വെൽക്കം ടു മോനിഷാസ് ചാനൽ. എടാ ഒരു വെൽക്കം പറയടാ. വെൽക്കം ടു വെൽക്കം ടു യെസ് അല്ല, ഇത് കട്ട് ചെയ്യേണ്ടത് പോട്ടെ അങ്ങനെ. യെസ് ഓക്കെ, വെൽക്കം ടു മോനിഷാസ് ചാനൽ. സോ ഗൈസ്, ഇന്ന് ഞാനും റിഷാദും കൂടിയിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു, കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ റിഷാദിന് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ മാത്രം വിവരം ഉണ്ടാവുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പറയുന്നത് വളരെ ഞങ്ങളുടെ ഒരു ട്രിപ്പ് വിശേഷമാണ്. സോ അതിൽ ഞങ്ങൾ ട്രിപ്പല്ല, യെസ് ഒരുമിച്ചുള്ളതല്ല. ഇവന്റെ ഹണിമൂണിന് പോയ കഥയും ഞാൻ വേറെ ആൾക്കാരുടെ കൂടെ ഹണിമൂണിന് കമ്പനിക്ക് പോയ കഥയാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. സോ ഞങ്ങള് അറിയാലോ, ഞാൻ റിഷാദിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. റിഷാദ് അറേബ്യൻ വോയിസിന്റെ ഓൾ ഇൻ ഓൾ ആണ്. അറേബ്യൻ വോയിസിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫസ്റ്റ് സ്റ്റാഫാണ്. ഗ്രാഫിക് ഡിസൈനറാണ്, ഫോട്ടോഗ്രാഫറാണ്, വീഡിയോഗ്രാഫറാണ്, എല്ലാം യെസ് ഓൾ ഇൻ ഓൾ, മാനേജറാണ്, എല്ലാം ആണ്. സോ ഞങ്ങൾ മണാലിയിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. സോ റിഷാദ് ഞാൻ 18 ജനുവരി 18 ഞാൻ ഫെബ്രുവരി 8 എന്ന് വെച്ചാൽ നമ്മളൊരു 20 ദിവസത്തെ ഗ്യാപ്പിന് മണാലി ട്രിപ്പ് പോയിരുന്നു. സോ പക്ഷേ വെറും 20 ദിവസത്തെ ഗ്യാപ്പാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ കുറെ നല്ല മാറ്റങ്ങളുണ്ട്. 20 ദിവസം കൊണ്ടല്ലേ, ഒരു ദിവസം കൊണ്ട് നിനക്ക് മാറ്റം കിട്ടി. ഒരു ദിവസം കൊണ്ടാണ് ആ മാറ്റം വന്നത്. റിഷാദിന്റെ നമുക്ക് ആ റീല് താഴെ കാണിക്കാം. റിഷാദിന്റെ കുറച്ച് റീൽസ് ഒക്കെ എക്സൈറ്റ്മെന്റിൽ പോയതാണ്. പക്ഷെ കുഴപ്പമില്ല, റിഷാദിന് കിട്ടാത്ത ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് പോയപ്പോ ഞങ്ങൾക്കത് കിട്ടുന്നു പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് നിങ്ങൾ അതിൽ തൃപ്തിപ്പെട്ടു, എന്താണ് നല്ലതൊക്കെ ഞങ്ങൾ പറയാം. റിഷാദിന് കിട്ടി, എനിക്ക് കിട്ടിയില്ല. പക്ഷെ എന്റെ വേറൊരു കൈൻഡ് ഓഫ് ഇതിൽ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ ഞങ്ങൾ പറയാം, റിഷാദിന്റെ കല്യാണം കഴിഞ്ഞ ഡിസംബറിലാണ്. സോ റിഷാദ് ഹണിമൂൺ പോയതാണ്. മിന്നുവിന്റെ കൂടെ ഹണിമൂൺ പോയത് മണാലിയിലോട്ടാണ്. പറയാം എങ്ങനെ ഉണ്ടായിരുന്നു ആ മണാലി പോക്കും ഫസ്റ്റ് ഡേ ഒക്കെ ആയിട്ട്? ആ മണാലി പോക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല ഹാപ്പിയാണ്, ഹണിമൂണാണ്, ട്രിപ്പാണ്, സെറ്റാണ്. പക്ഷെ അത് പോയി കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിനിലാണ് പോയത്. ആ ട്രെയിനിൽ പോയി കയറിയത് മുതൽ ഫുള്ള് ഞങ്ങളെല്ലാവരും ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുക. കാരണം പോകുന്നവരൊക്കെ കാശ്മീരിക്കാണ് പോകുന്നത്. അപ്പൊ എന്താ റീസൺ ചോദിക്കുമ്പോൾ മണാലിയിൽ മഞ്ഞ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാം, കാശ്മീരിലായിട്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ അറേബ്യൻ ബോയ്സ് ആണ് ഇവർക്ക് ഹണിമൂൺ ട്രിപ്പ് കൊടുത്തത്. അപ്പൊ എന്റെ പ്ലാൻ ഉണ്ടായിരുന്നു ശരിക്കും കാശ്മീരി കൊടുക്കണം എന്നായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചു, ഇവരുടെ ഹണിമൂൺ ആണ്, പിന്നെ ഇവർക്കൊരു ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മണാലി ആദ്യം ഞങ്ങൾ ക്യാൻസൽ ചെയ്തതാണ്. ഞങ്ങൾ ആദ്യം കല്യാണത്തിന് മുന്നേ പ്ലാൻ ചെയ്തിരുന്നൊരു കാശ്മീരാണ്. പക്ഷെ അന്നത്തെ ആ പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേണ്ടാന്ന് കരുതി വിട്ടതാണ് അത്. എന്നിട്ട് എല്ലാവരും കാശ്മീരി പോകുമ്പോൾ നിങ്ങളെ തളർത്തി, മഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണാലിയിൽ മഞ്ഞില്ല എന്നാ പറയുന്നത്. എവിടെയും മഞ്ഞില്ല, വെറുതെ പോയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡൗൺ ആയിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് പിന്നെ വോൾവോ എടുത്ത് മണാലിയിൽ എത്തുന്നത് വരെ ഇതാണ് പ്രശ്നം. എത്തിക്കഴിഞ്ഞ് അവിടെ എനിക്ക് ഓർമ്മ ഉണ്ടടാ, എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഫസ്റ്റ് മണാലി എത്തിയപ്പോ ഇവിടെ മഞ്ഞില്ല, എല്ലാരും കാശ്മീരിലാണ് പോകുന്നത്. അപ്പൊ എനിക്കും ഭയങ്കര നെഗറ്റീവ്, ദൈവമേ ചെറുക്കനെ കാശ്മീരിൽ പറഞ്ഞയക്കാതെ മണാലിയിലല്ലേ വിട്ടത്. ഭയങ്കര വിഷമായിരുന്നു, എന്താവും അറിയാതെ ഉള്ളൊരു. മഞ്ഞില്ല എന്ന് പറഞ്ഞാലും പോരാ, ഞാൻ അതിന് മുന്നൊരു വട്ടം പോയതാണല്ലോ.
അന്നൊക്കെ ദൂരെ കാണുന്ന മലയാളമൊക്കെ അല്ലേ, അതിലെങ്കിലും കുറച്ച് മഞ്ഞെങ്കിലും കാണാമായിരുന്നു. ഈ പോക്കിൽ അതുമില്ല. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഡ്രൈവറും പറഞ്ഞത് സ്നോ പോയിന്റിൽ വരെ മഞ്ഞില്ല. തുള്ളി പോലും മഞ്ഞില്ലാന്ന്. അപ്പൊ സത്യം പറഞ്ഞാൽ അവിടെ ഉള്ളവർക്കും അറിയില്ല എപ്പോഴാ മഞ്ഞ് വരിക. അവർക്കറിയാം, പക്ഷെ അവിടെ ടൂറിസ്റ്റ് വരാൻ വേണ്ടിട്ട് അവരങ്ങനെ ഇതാക്കൂല, അവർക്ക് ആള് വരണ്ടേ. അല്ല ഞാൻ ചോദിച്ചതേ, ഇപ്പൊ നീ അവിടെ എത്തിയല്ലോ, അപ്പൊ അവർക്ക് പറയാലോ മഞ്ഞ് വരും, അവര് മഞ്ഞ് വരില്ല എന്നല്ല നിന്നോട് പറഞ്ഞു. മഞ്ഞ് വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ 2026 ജനുവരി 18 നമ്മൾ പോയത്. അവിടെ എത്തിയപ്പോത്തിന് ഏകദേശം ജനുവരി 22, 23 കഴിക്കണം. അപ്പൊ അവര് പറഞ്ഞു ജനുവരി തുടങ്ങിയിട്ട് മഞ്ഞേ വന്നിട്ടില്ല അവിടെ. നിങ്ങൾ 22-ന് എത്തി, ഞങ്ങൾ 9-ന് എത്തി. അപ്പൊ നമ്മൾ വലിയ വ്യത്യാസമല്ല, 10 ദിവസത്തെ. പക്ഷെ അവിടെ മഞ്ഞ് ജനുവരിയിൽ ആ ഇയറിൽ വന്നിട്ടില്ല, 2026 വന്നിട്ടില്ല. അപ്പൊ ഫസ്റ്റ് മഞ്ഞ് കിട്ടിയത് നിങ്ങൾക്ക്. ഫസ്റ്റ് മഞ്ഞിട്ട് ഇവരുടെ കാര്യത്തിൽ നല്ല ടെസ്റ്റ് ഉണ്ട്. അതെ, ഇവര് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇല്ല മഞ്ഞില്ലാന്ന്. പിറ്റേ ദിവസം മോർണിംഗ് ഇവൻ മെഹബിന് വീഡിയോ കോൾ ചെയ്തു രാവിലെ. മെഹബിന്, അനുവിന് എല്ലാവർക്കും ആ വിഷ്വൽ എനിക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു. ഫസ്റ്റ് വിളിച്ച് എണീപ്പിച്ചു, കാരണം അത്ര എക്സൈറ്റ്മെന്റ്. മഞ്ഞെന്നൊക്കെ പറഞ്ഞ കിടിലൻ. അത് കണ്ടപ്പോ എനിക്ക് അസൂയ മുത്ത് ഇപ്പൊ തന്നെ പോകണമെന്നായി. കാരണം ഓൾറെഡി ഞാൻ ഫസ്റ്റിനാണല്ലോ ടിക്കറ്റ് എടുത്തേക്കുന്നത്. പിന്നെ മണാലി ട്രിപ്പ് ഇടയ്ക്ക് എപ്പോഴും ഡ്രോപ്പ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ തീരുമാനിച്ചു എന്തോ ആയിക്കോ മണാലി ട്രിപ്പ് പോയേ പറ്റും. അതിനുള്ള ഒരൊറ്റ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മണാലി പോയിട്ട് എനിക്ക് കറങ്ങൊന്നും വേണ്ട, എനിക്ക് സ്നോ കണ്ടു. ഞാൻ ഇവിടുത്തെ ദുബായിൽ സ്നോ കണ്ടിട്ടുണ്ട്, ദുബായിൽ. അല്ലാണ്ട് ഞാൻ ഡയറക്റ്റ് ഇതുവരെ കണ്ടിട്ടില്ല. സോ എനിക്ക് എങ്ങനെ മണാലി പോയി സ്നോ കാണണം എന്നായിരുന്നു ആഗ്രഹം. മിന്നുന തന്നെ ഓളെ ഫസ്റ്റത്തെ മഞ്ഞ് കാണാനുള്ള പൂതിയാണ്. അതാണ് അവിടെ എത്തിയപ്പോ മഞ്ഞില്ല എന്ന് പറഞ്ഞ എല്ലാരും തളർത്തുന്നത്. ആ ആഗ്രഹം മാറിയില്ലേ? ആഗ്രഹം പറ്റേ പോയി. ഓളാണ് പറ്റേ തളർന്നു പോയത്. കാരണം മഞ്ഞില്ല മണാലി. ഫസ്റ്റ് ദിവസം ഞങ്ങള് മാൾ റോഡും മറ്റേ ഹഡിംബ ടെമ്പിളും അതൊക്കെ പോയി കാണിച്ചു. അവിടെ ഒന്നും ഒരു തുള്ളി പോലും മഞ്ഞുമില്ല, ഒന്നുമില്ല. സാധാരണ നമ്മൾ അങ്ങാടി കൂടെ നടക്കുന്നവർ അവിടുത്തെ അങ്ങാടിയൊക്കെ ഇങ്ങനെ കാണുന്നില്ല, വേറെ ഒന്നും കാണുന്നില്ലല്ലോ. അങ്ങനെ തിരിച്ചാ വരുന്നത്. ഫസ്റ്റ് ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് മഞ്ഞ് കിട്ടിയത്. പക്ഷെ അത് രാവിലെ മുതൽ അങ്ങ് പെയ്തിട്ട്. പക്ഷെ മഞ്ഞ് കിട്ടി തുടങ്ങിയപ്പോ എല്ലാ ദിവസവും മഞ്ഞുണ്ടായി. അതെ, എല്ലാ ദിവസവും മഞ്ഞുണ്ടായി മാത്രല്ല നമുക്ക് എവിടേക്കും ഇറങ്ങാൻ പറ്റാതെ. പക്ഷെ അത് രസമായിരുന്നു ആ മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം ഒരു കാറ് ഹൈറ്റിലാണ് മഞ്ഞ് വന്ന് വീണതാണ്. നമുക്ക് അതിന്റെ വിഷ്വൽസ് ഒക്കെ താഴെ ഇങ്ങനെ കൊടുക്കാം. മഞ്ഞ് ഉള്ളത് കൊണ്ട് ഇവരെ എൻജോയ് ചെയ്തു. ഞങ്ങള് സത്യം പറഞ്ഞാൽ മഞ്ഞ് കാണാൻ വേണ്ടി പോയി. ഫസ്റ്റ് ഡേ ഞങ്ങൾ പോയപ്പോ ഉണ്ടല്ലോ, വോൾവോയിൽ ഇങ്ങനെ പോയി കിടന്ന് ഉറങ്ങിയിട്ട് പറയാം. വോൾവോയുടെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? വോൾവോ അടിപൊളി. ഞങ്ങള് ഓൾറെഡി 8 മണിക്കാ തോന്നുന്നു, രാത്രി 8 മണിക്കായിരുന്നു ഞങ്ങൾ ബസ് പറഞ്ഞിരുന്നത്. പിന്നെ അതെന്തോ ഡിലേ ആയിട്ട് 11 മണിക്ക്, രാത്രി 11 മണിക്ക് എടുത്ത് ബസ്സൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ മലയാളീസ് ആരില്ലായിരുന്നു ബസ്സിൽ. ഞങ്ങളതൊരു കോളേജ് ഗ്യാങ് ആയിരുന്നു ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നത്, ഫുൾ ടീം. പിന്നെ ഞങ്ങളും, വേറെ ആരുമില്ല. ഒരു മൊത്തത്തിൽ ഒരു കോളേജിൽ നിന്ന് വന്ന കുറേ കുട്ടികളും പിന്നെ ഞങ്ങൾ 2 പേരും. ഞങ്ങൾ അവിടുന്ന് കയറി കുറച്ച് ഏകദേശം ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ പോയിട്ടാണ് ഒരു ചായക്കടയിൽ നിർത്തുമല്ലോ ചായക്ക് കുടിക്കാൻ വേണ്ടി. അതുവരെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നല്ല സുഖമായിട്ട് അങ്ങ് ഉറങ്ങി. അതെ, ഞങ്ങളുടെ വിശേഷം മാത്രമേ പറയണൂ. ഇനി ഞങ്ങൾ പറയാം. നിങ്ങൾ മണാലി പോകുന്നവരാണെങ്കിൽ, ഇവൻ പോയത് ട്രെയിനിലായിരുന്നു. ട്രെയിനിൽ എത്ര ദിവസം? 2.5 ദിവസം. കാലിക്കറ്റ് ടു ഡൽഹി 2.5 ദിവസത്തെ യാത്രയാണ്. ഞാൻ പോയത് കൊച്ചിയിൽ ഫ്ലൈറ്റിലാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ 6-7 മണിയുടെ ഫ്ലൈറ്റ് എടുത്തു. ഒരു 11 മണിയായപ്പോഴേക്കും ഡൽഹിയിലെത്തി. അവിടുന്ന് നമ്മൾ ഒരു റൂം എടുത്ത് ഫ്രഷ് ആയി ജമാ മസ്ജിദിന്റെ അവിടെ. നിങ്ങളും പോയില്ല? അത് നമുക്ക് ടൈം ഉണ്ട്, നമുക്ക് രാത്രി അടുത്ത ബസ് കിട്ടുള്ളൂ. രാത്രിയാണ് ബസ് പൊതുവെ ഡൽഹിയിൽ നിന്ന് എടുക്കാറ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത്രയും നേരം അവിടെ കറങ്ങാം. അപ്പൊ നിങ്ങൾ പോകുമ്പോൾ ഉറപ്പായിട്ട് ഒരു റൂം എടുക്കുന്നതാണ് സേഫ്. കാരണം ഈ പെട്ടിയൊക്കെ കൊണ്ട് ഇങ്ങനെ, എനിക്ക് ഓൾറെഡി ഞാൻ ഡയറക്റ്റ് ദുബായിലോട്ടായിട്ട് എൻ്റെ ലഗേജ് ഓൾറെഡി കുറേ ഉണ്ടായിരുന്നു. സോ നമ്മൾ അങ്ങനെ ഒരു റൂം എടുത്തു. നിങ്ങളൊരു റൂം എടുക്കുക ഡൽഹിയിൽ. എന്നിട്ട് ഡൽഹി മാക്സിമം ഒന്ന് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ജമാ മസ്ജിദിൽ പോവാം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ സരോജിനിയിലും പോവാല്ലേ. സരോജിനി പക്ഷെ സരോജിനി മാർക്കറ്റ് പോകണമെന്നുണ്ട്. പക്ഷെ നമുക്ക് രാത്രി ബസ് ആയതുകൊണ്ട് ടൈം കിട്ടില്ല, ഹറിബറി ആവും. സരോജിനി മാർക്കറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഓക്കെ പോയിട്ട് വരാം. പക്ഷെ മറ്റേത് അതിനേക്കാളും നല്ലത് മറ്റേ ലോട്ടസ് ടെമ്പിൾ. ലോട്ടസ്, നിങ്ങൾ അങ്ങനെയൊക്കെ പോയല്ലോ. ഇവരാണ് മുതലാക്കി. ഇവർ ഒറ്റ ദിവസം കൊണ്ട് രാവിലെ അവിടെ എത്തി, ലോട്ടസ് ടെമ്പിളിൽ പോയി, ജമാ മസ്ജിദിൽ പോയി. പിന്നെ എന്താ ഹണിമൂൺ ടോംബോ ഒരു സംഭവം കൂടെ ഉണ്ട്. ഹണിമൂൺ ടോംബോ എനിക്കറിയില്ല കേട്ടോ, ഞാൻ പോയിട്ടില്ല. ഒരു സംഭവം കൂടെ ഉണ്ട്. കുറെ ഒരു നമ്മളെ ജമാ മസ്ജിദ് അല്ല, താജ്മഹലും അല്ല, അതുപോലത്തെ ഒരു സംഭവമായിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അതും ഞങ്ങള് കവർ ചെയ്തു. ഞാൻ പണ്ട് എപ്പോഴും ഡൽഹി പോയത്, അന്ന് എല്ലാ സ്ഥലവും പോയി, പക്ഷെ അത് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ പക്ഷെ റൂം എടുത്തിട്ട് നേരെ പോയി ഫുഡ് കഴിച്ചു ജമാ മസ്ജിദിന്റെ അവിടെ. അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്, ബട്ടർ ചിക്കൻ.
അത് നല്ല റീലുകളൊക്കെ റീല് കളിച്ചു. അങ്ങനെ പോയതാ. ഗൗരി സജസ്റ്റ് ചെയ്തത്. ആക്ച്വലി ഗൗരി ഇതിനു മുമ്പ് ഡൽഹി പോയപ്പോൾ അവരവിടെ പോയി കഴിച്ചത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഞാനും ഗൗരിയും പ്രണവും ഫെബിയും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഫുഡ് അത് അടിപൊളിയായിരുന്നു. അതെന്തായാലും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. ജമാ മസ്ജിദിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഷോപ്പാണ് ഒരു ബട്ടർ ചിക്കന്റെ. പിന്നെ ഒരു മറ്റേ രക്ഷയില്ല. വെള്ളം ഉണ്ടല്ലോ, നമ്മളെ വത്തക്കൊക്കെ ഇട്ടിട്ടുള്ള, എന്താ അതിന് പറയാ, വത്തക്ക്, മുഹബത്ത് കാ സർബത്ത്, അതും നീ അടുത്ത് പോയിട്ടുണ്ടോ? ഫേമസ്. അല്ല, അതും അടുത്ത് ഫേമസ് ജമാ മസ്ജിദിന്റെ അവിടെ. പക്ഷെ ഞാൻ അത് കുടിച്ചില്ല. പക്ഷെ മറ്റേത് എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. അതിന് ശേഷം ഞങ്ങൾ റൂം എടുത്ത് പിന്നെ ഞങ്ങൾ ഫ്രഷ് ആയി വൈകുന്നേരം, ഞങ്ങൾക്ക് 9:30-10 മണിക്കായിരുന്നു ബസ്. അടിപൊളിയായിരുന്നു. വോൾവോ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ മറ്റേ ഛർദിച്ച് എനിക്ക് ഒരിക്കലും ബസ് പറ്റില്ല. എനിക്ക് ആകെ പറ്റണ ബസ് KSRTC. അങ്ങനെ ഡോറൊക്കെ തുറന്ന് എനിക്ക് അടച്ചിട്ട മറ്റേ KSRTC ഉണ്ടല്ലോ, എന്താണ് ലോ ഫ്ലോറോ, ആ സദത്തിൽ പോലും കയറി ഞാൻ ഛർദിക്കും. AC ബസ്സിൽ കയറി ഞാൻ ഛർദിക്കും. പക്ഷെ ഇതൊരു രക്ഷയില്ല. കിടന്ന് ഞങ്ങൾ ഏതോ ഒരു സ്ഥലത്ത് ചായ കുടിക്കും. 45 രൂപ ഒരു ചായക്ക്. ഒരു പെട്രോൾ പമ്പ് അല്ല, ഒരു അത്യാവശ്യം ഒരു നല്ല വലിയൊരു വലിയ ഭയങ്കര വലിയൊരു ഷോപ്പിൽ പോയി റേറ്റ് ആണ്. 45. പക്ഷെ ആ 45ന്റെ വേർത്തുള്ള, ഞാൻ നാട്ടിൽ ചെന്ന് കുടിച്ച ഏറ്റവും ബെസ്റ്റ് ചായ അത് മാത്രമാണ്. മീൻസ് വേറെ ഇവിടുന്ന് എനിക്ക് നല്ല കിട്ടിയില്ല. അത് നല്ല ചായ ആയിരുന്നു. 45-നുള്ള വേർത്തുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കിടന്ന് ഉറങ്ങി മണാലിയിലെത്തിയിട്ട് ഫെബി പറഞ്ഞു, 3 സ്ഥലത്തി എണീക്ക്, മതി ഉറങ്ങിയത് എണീക്കെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് കർട്ടൻ തുറന്നപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ക്ലാസ്മേറ്റ് ബുക്കില്ലേ നമ്മൾ പണ്ട് സ്കൂളിൽ, അതേപോലെ എന്ന് വെച്ചാൽ ക്ലാസ്മേറ്റ് ബുക്കിൽ നമ്മളുടെ ഫ്രണ്ട് പേജിൽ ഇങ്ങനെ കുറെ മൗണ്ടൈൻസിൽ ഇങ്ങനെ ഇത് വെള്ളത് കിടക്കില്ല, അത് കണ്ടുപോലെ എനിക്ക് ഞാൻ ഭയങ്കര ഒരു എന്താ പറയാ, ഇങ്ങനെ നമ്മൾ ഡ്രീമി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയ പോലെ തോന്നി. അത് മീൻസ് ഞാൻ ഈ ഇതിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സാധനം അടിപൊളിയായിരുന്നു. കാരണം നീ പോകുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിരുന്നു, ഒന്നുമില്ല ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോകുമ്പോൾ ഭയങ്കര മഞ്ഞായിരുന്നു. എന്ന് വെച്ചാൽ മഞ്ഞ് വീഴുന്നില്ല, പക്ഷെ മഞ്ഞ് അവിടെ ഫുള്ളുണ്ട്. അതുകൊണ്ട് അടിപൊളിയായിരുന്നു. അതിനുശേഷം പിന്നെ ഭയങ്കര ഷോ ആയിരുന്നു ഞാൻ ഡൽഹിയിൽ നിന്ന്. എനിക്ക് ഒരുപാട് സോക്സ് ഒന്നും വേണ്ട, ഞാൻ സർവൈവ് ചെയ്യും, അങ്ങനെ ഇങ്ങനെ. പിന്നെ മോനെ അവിടെ ഇറങ്ങിയപ്പോ പിന്നെ ഞാനങ്ങ് വിറച്ച് തീർന്നു, ഭയങ്കര വിറക്കലായിരുന്നു. ഇറങ്ങിയപ്പോ ഒന്നാമത് ആ മഞ്ഞ് അങ്ങനെ നിൽക്കുന്നോണ്ട് നല്ല തണുപ്പുണ്ടാവില്ലേ. ഞങ്ങൾ ഭയങ്കര അത്ര തണുപ്പ് അവിടെ വല്ലാണ്ട് ഫീൽ ചെയ്തിട്ടില്ല ചെല്ലുമ്പോ. ഞങ്ങൾക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട്, ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ റൂമിൽ പോയി. ഞങ്ങള് സെയിം റൂമിലായിരുന്നു. കാരണം ഞങ്ങൾക്ക് സെയിം പാക്കേജ് നമ്മൾ എടുത്തത്, സെയിം ആളാണ് നിൽക്കുകയാണ് നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്തത്. പക്ഷെ ഇവര് 2 ദിവസം എക്സ്ട്രാ നിൽക്കേണ്ടി വന്നു. 4 ദിവസം എക്സ്ട്രാ നിന്നു. 2 ദിവസത്തെ പേയ്മെന്റ് വാങ്ങിച്ചോളൂ. പിടിപാട് ആരുടെ? എന്റെ കാലങ്ങ് പിടിച്ചേ, ഞാൻ പൈസ ഇറക്കിയിട്ടില്ലല്ലേ, കാല് പിടിച്ചല്ലോ. അങ്ങനെ പിന്നെന്താണ്, ഞങ്ങൾ ഒരേ റൂമിലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. എനിക്ക് ഡിന്നറാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഡിന്നർ എങ്ങനെ മോനെ, കൈ അങ്ങ് വെക്കുമ്പോഴേക്കും തണുക്കും. ഡിന്നർ ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ, ഡിന്നർ മാത്രമേ ഉള്ളൂ നോൺ വെജ്. പക്ഷെ രാവിലത്തെ പൂരി കറി അതൊക്കെ കിട്ടില്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഇത് പാറ്റേൺ എനിക്ക് പറ്റാത്തോണ്ട് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. പക്ഷെ ഡിന്നർ അടിപൊളിയാന്ന് പറഞ്ഞു. പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ മണാലിയിലെ നമുക്ക് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും മാത്രമേ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ലഞ്ച് നമുക്ക് ഷോപ്പിൽ പോലും കിട്ടില്ല, ഭയങ്കര കുറവാണ്. അത് മണാലിയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ലഞ്ച് ഞങ്ങള് ഈ ബാക്കിയുള്ള 4 ദിവസം അവിടെ കുടുങ്ങി, നമുക്ക് പുറത്തു പോയി കഴിക്കാൻ പറ്റില്ലല്ലോ, മഞ്ഞല്ലേ. ഞങ്ങള് ബാഗിൽ ഓൾറെഡി ഞങ്ങൾ ട്രെയിനിൽ നിന്ന് കഴിക്കാനുള്ള കുറെ ഫുഡ് ഉണ്ടായിരുന്നു. അതിന്മേ 2 ദിവസം കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം പോകണ്ടേ, അത് പിന്നെ അവരുടെ നിന്ന് വാങ്ങിക്കല്ലാതെ വേറെ വഴിയില്ല. അവര് ഫുഡ് നമുക്ക് എന്ത് വേണേലും കൊടുത്തരും. പക്ഷെ നല്ല കസ്റ്റ് റേറ്റ് ആണ്. അപ്പോഴേ പേ ചെയ്യാം ബില്ല്. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് കഴിച്ചിരുന്നു? ഞങ്ങള് 2 ദിവസം കഴിച്ചു. ഞങ്ങൾ ആകെ, പക്ഷെ ഞങ്ങൾ ഫുൾ പുറത്തായിരുന്നു. ഇതാണ് ഇവരുടെ മഞ്ഞ് കണ്ട് അവിടെ പോയി. പിറ്റേ ദിവസം വന്നപ്പോൾ അവര് പറഞ്ഞു ഇന്ന് 3 മണിക്ക് മഞ്ഞ് പെയ്യും. രാത്രി 3 മണിക്ക് മഞ്ഞ് പെയ്തില്ല, പിറ്റേ ദിവസം മഞ്ഞ് പെയ്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ പെയ്യുമായിരിക്കും. അവിടെ ഇരുന്ന് എന്റെ ബേർഡ് 10-ാം തീയതി. അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ ബേർഡേ അന്നെങ്കിലും പെയ്യായിരിക്കും. മഞ്ഞ് എന്ന് പറഞ്ഞ സാധനം ഒരു തുള്ളി പോലെ. ഞാൻ ഡിപ്രഷൻ അടിച്ചു പോയി, കാരണം മഞ്ഞില്ല. പക്ഷേ ഇവര് കാണാത്ത കുറെ സാധനങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഇവര് ഫസ്റ്റ് മാൾ റോഡിലൊക്കെ പോയി. ഞങ്ങൾ ഫസ്റ്റ് ഡേ മാത്രമേ വിസിറ്റ് ചെയ്തിട്ടുള്ളൂ പുറത്തൊക്കെ. മാൾ റോഡിലും പിന്നെ അവിടെ പോയി ഹഡിംബ ടെമ്പിള്, മാൾ റോഡ്, പിന്നെ ഒരു ബുദ്ധന്മാരുടെ ടെമ്പിൾ ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഫസ്റ്റ് ഡേ അവിടെ തന്നെ പോയത്. മാൾ റോഡിൽ കൂടെ നടന്നു. ഞങ്ങൾ പോയെന്ന് മാൾ റോഡില് ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, മണാലി ഫെസ്റ്റിവൽ. മാൾ റോഡ് മൊത്തം ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത്, അത് ഇയർലി ഒരു വട്ടം അവിടെ നടക്കുള്ളൂ. അതവിടെ നടക്കുന്നുണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് കിട്ടി. മാൾ റോഡിലെ ഫെസ്റ്റിവലും കിട്ടി, മഞ്ഞും കിട്ടി. ഞങ്ങൾക്ക് അതിനേക്കാളും കിട്ടിക്കണേ. ഞങ്ങള് പിന്നെ ഞങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഞങ്ങൾ സോലങ് വാലിയിൽ പോയി. ഏറ്റവും ലാസ്റ്റ് ഡേ പോയി. അത് കാണേണ്ട ഒരു സാധനം. അവിടെ പോയിട്ട് ഞങ്ങൾ സിപ്പ് ലൈൻ ചെയ്തു.
പിന്നെ ആ ടയറിലേക്ക് സോളാങ്ങിലാണോ സിപ്പ് ചെയ്തല്ലേ? ആ സൊലാങ്ങില് അവിടെ കൂടുതലല്ല. അല്ല അവിടുന്ന് പിന്നെ അങ്ങനെ കറങ്ങി കറങ്ങി വീഴുന്ന മീൻസ് ഒരു ടയറിലിരുന്ന് എന്ന് പറഞ്ഞ മഞ്ഞിൽ കൂടെ വരുന്ന ഒരു സാധനം, പേരറിയില്ല, അത് ചെയ്തു. പിന്നെ കുതിര സവാരി ചെയ്തു. ആദ്യം ഭയങ്കര വിഷമായിരുന്നേ കുതിര, പക്ഷെ മോനെ 3 കിലോമീറ്ററോ 3-6 കിലോമീറ്റർ ആയിട്ട് പോകാൻ വേണ്ടി അവർ ആകെ 200 രൂപ എത്ര വാങ്ങിയുള്ളൂ. പക്ഷെ നമുക്ക് ആ മഞ്ഞക്കൂടെ എത്ര തവണ മഞ്ഞക്കൂടെ ഞാൻ വീണെന്നറിയാം. നമുക്ക് ഭയങ്കരമായിട്ട് സ്ലിപ്പാവും അവിടെ, ഭയങ്കര സ്ലിപ്പായിട്ടും. സോ നമുക്ക് കുതിര എപ്പോഴും ഭയങ്കര ഒരു സേഫ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇങ്ങനെ താഴ്ന്നു പോവല്ലേ. സോ അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളുടെ കുതിര സവാരി. അതായത് സോലങ് വാലിയിൽ പോയത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്. അത് നിങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾക്ക് മഞ്ഞ് മിസ്സായി, പക്ഷെ നിങ്ങൾക്ക് അത് മിസ്സായി. അത് കിട്ടിയില്ല. പിന്നെ പാരാഗ്ലൈഡിങ് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും കിട്ടിയില്ല. എന്റെ ബർത്ത്ഡേ അന്ന് ഞാൻ പാരാഗ്ലൈഡിങ് ചെയ്തു. അത് പറഞ്ഞു പാരാഗ്ലൈഡിങ് അല്ല മോനെ, പാരാഗ്ലൈഡിങ് നമ്മളെന്തോ എന്റെ ഫസ്റ്റ് ടൈമാണ്. ഞാൻ നോർമൽ അത് പോയിട്ട് നമ്മൾ മറ്റേ സിനിമ കാണുന്ന പോലെ ഇരുന്ന് ഇങ്ങനെ കാണുന്നു, അത്രയുള്ള സ്റ്റാർട്ടിങ്ങിൽ അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ കുമ്പൊന്നുമില്ല. പക്ഷെ അങ്ങോട്ട് പോയ യാത്ര അത് അടിപൊളിയായിരുന്നു. എന്താ വെച്ചാൽ ഞങ്ങളൊരു മറ്റേ ഇതുണ്ടല്ലോടാ, നമ്മള് എന്താ പറയാ, എങ്ങനത്തെ വണ്ടി എന്നാ പറയാ, ഗുഡ്സ് വണ്ടിയോ, നമ്മളെ നാട്ടില് നായ്ക്കുറുക്കെന്ന് പറയില്ലേ? നായ്ക്കുറുക്കനോ? ആ വണ്ടിക്ക് പറയുന്ന പേരാ നമ്മളെ നാട്ടില്. വണ്ടിക്ക് നായ്ക്കുറുക്കെന്ന് പറയും. അതിന് നമ്മളവിടെ നായ്ക്കുറുക്കെന്ന് പറയും നമ്മളെ നാട്ടില്. എന്താ നായക്കുറുക്കോ? ഒരു ബന്ധമില്ലല്ലോ. നായനെ പിടിക്കണ വണ്ടിയാ? അല്ല, നായ്ക്കുറുക്കൻ എന്നാണ് നമ്മളെ നാട്ടില് പൊതുവെ ആ വണ്ടിക്ക് പറയുന്നത്. അല്ല, നമ്മളവിടെ മലപ്പുറത്താ പറഞ്ഞേ. മലപ്പുറംകാര് കാണുന്നുണ്ടെങ്കിൽ പറയുന്ന കള്ളാണോ സത്യമാണോ? അങ്ങനെ നായക്കുറുക്കനിലൂടെ നായക്കുറുക്കനിലെ ഞങ്ങളുടെ യാത്ര ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ഫ്ലൈ ചെയ്യായിരുന്നു. 15 കിലോമീറ്റേഴ്സോളം ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഫുള്ളൊരു നമ്മള് ഓഫ് റോഡിൽ ഇങ്ങനെ പോവല്ല. ഫുൾ നമ്മള് സത്യം പറഞ്ഞാൽ കുറെ വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല. ആ റൂട്ടിലൊന്നും മഞ്ഞില്ല എന്ന് വെച്ചാൽ ഞങ്ങള് ലാസ്റ്റ് ഡേ ആണ്. പക്ഷെ സോലങ് വാലിയിൽ ഭയങ്കര മഞ്ഞ്, പക്ഷെ ആ പോകുന്ന റൂട്ടിൽ ഒരു തുള്ളി പോലും മഞ്ഞില്ല. പിന്നെ ഭയങ്കര അടിപൊളി യാത്ര. ഏറ്റവും ബെസ്റ്റ് ഡേ ഏതായിരുന്നു വെച്ചാൽ ഉറപ്പായിട്ടും പറയാൻ പറ്റും ആ യാത്രയായിരുന്നു. അത് അടിപൊളി യാത്രയായിരുന്നു, നല്ല കിടലനായിരുന്നു, ഭയങ്കര ഫണ്ണായിരുന്നു. അത് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾ എന്തായാലും പാരാഗ്ലൈഡിങ്ങിന് മസ്റ്റ് ആയിട്ടും പോകണം. പക്ഷെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പോകുന്ന റോട്ടിൽ അവർ ചോദിക്കും നമ്മളോട് വണ്ടിയുടെ ഉള്ളിൽ കയറണോ അതോ പുറകിൽ പിടിച്ച് നിൽക്കണോന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞു ഉള്ളിൽ കയറണം എന്ന് വലിയതായിട്ട്. പക്ഷെ എൻ്റെ കൂടെയുള്ള 3 പേരും പറഞ്ഞു പുറകിലിരിക്കാം. അപ്പൊ എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പുറകിൽ പോയി. പക്ഷെ അത് ഞാൻ മിസ് ചെയ്തിരുന്നെങ്കിൽ അത് ഭയങ്കര ഒരു മിസ്സിങ് ആയി പോയേനെ. അത് നല്ലതായിരുന്നു. ഇനി നമുക്ക് അവിടുത്തെ ഫുഡിനെ പറ്റി പറഞ്ഞാലോ? അല്ല, നിങ്ങൾ റിവർ റാഫ്റ്റിംഗ് എടുത്തില്ല? ഇല്ല, എടുത്തിട്ടില്ല. ആ സമയത്ത് ആ റിവറിന്റെ അവിടെ നമ്മൾ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയില്ല. അവിടെ എന്തോ പറ്റില്ല എന്നാ ഡ്രൈവർ പറഞ്ഞായിരുന്നു. മഞ്ഞ് വീണ് കിടക്കണോണ്ട് പറ്റില്ല, അവിടെ മഞ്ഞ് മാറ്റിയാന്ന് പറഞ്ഞിരുന്നു. മഞ്ഞ് ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ്, മീൻസ് കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. സോ പിന്നെ ഗൗരി പറയുന്ന കേട്ടിട്ടുണ്ട് ഇത് ഈ സമയത്തല്ലാതെ അടുത്ത് കുറച്ച് ഏപ്രിൽ മെയ് സമയങ്ങളിൽ വേറെ ഭയങ്കര ബ്ലോസം ഭയങ്കര അടിപൊളിയാണെന്ന്. നമ്മുടെ റൂമിന്റെ താഴെ മൊത്തം ആപ്പിൾ മരങ്ങളാണ്. പക്ഷെ ഞങ്ങളുള്ള ടൈമിൽ ഫുള്ള് മഞ്ഞാണ്. ആ മരത്തിലാണ് ഫുള്ള് മഞ്ഞ് ഇങ്ങനെ കിടന്നത്. നിങ്ങളുടെ വിഷ്വലിൽ മഞ്ഞ് വീണത് ഇതായിക്കണ്. ആപ്പിൾ മരം കാണുന്നില്ല. ഞങ്ങളുടെ ആപ്പിൾ മരത്തുമ്പോ മഞ്ഞ് അവിടെ ഇവിടെ അവിടെ ഇവിടെ ഞാൻ പറയാം. ക്ലാസ്മേറ്റ് നോട്ട്ബുക്കിന്റെ മേലെ കാണുന്ന ഒരു വിഷ്വൽ ഉണ്ടല്ലോ, അത് ഞാൻ കണ്ടത്. അവര് പറഞ്ഞ സീസൺ അടിപൊളിയായിരിക്കും, മൊത്തം ആപ്പിൾ പൂത്ത് നിൽക്കുന്ന നല്ല രസമായിരിക്കും. നമ്മള് നിന്ന റിസോർട്ടും കാര്യങ്ങളും അടിപൊളി. നമ്മള് നിന്ന റിസോർട്ട് ഇത് ഗോൾഡൻ ആപ്പിൾ, എന്റെ പേര് ഗോൾഡൻ ആപ്പിൾ. അടിപൊളി റിസോർട്ടാണ്. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഗോൾഡൻ ആപ്പിൾ നോക്കുക. നല്ല അഫോർഡബിൾ റേറ്റിലാണ്. അപ്പൊ ഇത് പരസ്യമൊന്നുമില്ല കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് പറഞ്ഞാൽ നല്ലതാ. നമ്മള് സെയിം റൂമാ. ഇവനും മിന്നു നിന്ന റൂമിലായിരുന്നു ഗൗരി നിന്നത്. അതായത് നല്ല റൂമായിരുന്നു. നമ്മളെപ്പോഴും ഫുൾ ടൈം അവിടെ ആയിരുന്നു. ഭയങ്കര അടിപൊളി ബാൽക്കണി, അടിപൊളി വ്യൂ, എല്ലാം അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ മണാലിയിലേക്ക് പോകുമ്പോൾ തണുപ്പ് കാലത്ത് പോകുമ്പോൾ എന്നെ പോലെ ഷോ കാണിക്കാതെ മാക്സിമം സാധനങ്ങൾ കരുതുക. കാരണം ഞാൻ ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്നു എല്ലാ സാധനം. പക്ഷെ ഞാൻ അത് യൂസ് ഒന്നും ചെയ്യില്ല. കാരണം എനിക്ക് എൻ്റെ ഡ്രസ്സ് കാണണം, എൻ്റെ മേക്കപ്പ് കാണണം, ഞാൻ സ്ട്രൈറ്റ്നർ അതൊക്കെ എല്ലായിടത്തും പോയി. പക്ഷെ ഒന്നും ആവശ്യം വന്നില്ല എന്ന് മാത്രല്ല, സത്യസന്ധമായ മറുപടി പറ, എത്ര തവണ കുളിച്ചു? എത്ര തവണ വിളിച്ചു? കറക്റ്റ് പറ, എത്ര തവണ വിളിച്ചു? ഞാൻ ഒരു തവണ. അല്ല മിന്നുവോ? അവളെ വിളിച്ചതല്ല. മിന്നു എന്റെ ആളാ. ഞാൻ ചെന്ന ഫസ്റ്റ് ഡേ വിളിച്ചോ? അവള് ഫസ്റ്റ് ഡേ. ഫസ്റ്റ് ഡേ മഞ്ഞില്ല, അതുകൊണ്ടാണ്. മഞ്ഞ് പെയ്തിട്ട് പിന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ഓൾറെഡി ട്രെയിനിൽ ട്രാവൽ ചെയ്താ വന്നത്. ഡൽഹിയിൽ ഞങ്ങൾ റൂം എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ ഞാൻ ലാസ്റ്റ് ഡൽഹിന്ന്
കുളിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഓൾറെഡി നാട്ടിൽ നിന്ന് ഞാൻ കുളിച്ചിട്ടാ വന്നത്. ഫ്ലൈറ്റിലല്ല വന്നത്. എന്താ ഹൈലൈറ്റ്, ഞാൻ ഒരു ദിവസം കുളിച്ചില്ല. ഗൗരി കുളിച്ചു തോന്നുന്നു ഒരു ദിവസമോ 2 ദിവസമോ കുളിച്ചു. ഫെബി കുളിച്ചത് ഒരു ദിവസം തോന്നുന്നു. ഫെബിയുടെ കാര്യം എനിക്ക് അത്ര ഉറപ്പില്ല. BP കുളിച്ചത് ഒരൊറ്റ തവണ കുളിച്ച്, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരു ദിവസം കുളിക്കാത്തത് ഞാനാണ്. അത് വേറെ ഒന്നും കൊണ്ട് കുളിക്കേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. കാരണം നമ്മൾ ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞ സാധനം ഊരാൻ തന്നെ നമുക്ക് ഭയങ്കര മടിയാവും, അത്രയും തണുപ്പാ. ഫസ്റ്റ് ഡേ ഞാൻ മറ്റേ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഇതുവരെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഷോ ഒക്കെ കാണിക്കാൻ പറ്റും. ഞാൻ ഷോർട്സ് കൊണ്ടിട്ടുണ്ടായിരുന്നേ. എന്റെ ഗൗരി എന്നോട് പറഞ്ഞു മോന് ഷോർട്സ് വേണ്ടേന്ന്. ഷോർട്സ് പിന്നെ ഇത് ഇവിടം വരെ എന്തൊക്കെ ഷോ ഉള്ള ഡ്രസ്സുകളാണ്, ഒന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാ കോട്ട് ലാസ്റ്റ് ഞാൻ ഇതുവരെയുള്ള ഡ്രസ്സിന്റെ മേലെ വേറൊരു ഷർട്ട്, അതിന്റെ മേലെ വേറെ ഷർട്ട്, ലുക്കൊന്നും നോക്കിയില്ല. പിന്നെ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്താൽ മതി എന്നായിരുന്നു. ഞങ്ങൾ നേരെ തിരിച്ചാണ്ടായിരുന്നു. എല്ലാം മഞ്ഞളിടാനുള്ള കോസ്റ്റ്യൂംസ് മാത്രമാണ് കരുതിയിട്ടുള്ളത്. പക്ഷെ അവിടെ എത്തി ഫസ്റ്റ് ഡേ എത്തിയപ്പോ തന്നെ ഇതൊന്നും യൂസ് ആകാന്ന് കരുതി. കാരണം നോർമൽ ഇട്ട് നടക്കാനുള്ള ഡ്രസ്സ് ഞങ്ങൾ എടുത്തില്ല. അതാണ് യൂസ് വന്നത്. അത് മഞ്ഞ് പെയ്തിട്ടില്ല, ഞങ്ങൾ എന്ത് ചെയ്യാ, അതിട്ടിട്ട് മണാലി അങ്ങാടി കൂടെ ഒക്കെ നടക്കേണ്ടിയില്ലേ. ആ ഒരു മഞ്ഞില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ ആ കോട്ടും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് മഞ്ഞ് കിട്ടിയോണ്ട് കുഴപ്പമില്ല. ഞങ്ങക്ക് പിന്നെ ഓൾറെഡി ഞാൻ പറയാം ചെറിയ ഡ്രസ്സ് കൊണ്ട് പോയി. പക്ഷെ എനിക്ക് ഭയങ്കര, പക്ഷെ ഗൗരിയൊക്കെ ഒന്നും ഊരിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഫുഡ് ഞാൻ പറയട്ടെ, എനിക്ക് തൊട്ടാലും പിടിച്ചിട്ട് ഞാൻ മാഗി ഉണ്ടാക്കുക എന്ന് പറയുന്നത് സോസേജ് ഇട്ട് തക്കാളി ഇട്ട് ഉള്ളി ഇട്ട് ഭയങ്കര ഡെക്കറേഷനിലാണ്. അവിടെ പോയി പച്ചവെള്ളത്തിൽ വെറുതെ മാഗി പറ്റിയില്ലാന്നാണോ, ഇഷ്ടപ്പെട്ടില്ലാന്നാ? ഈ ഗൗരിയും പിന്നെന്താണ് ഫെബിയും ഒക്കെ ഭയങ്കര അതില് ഭയങ്കര ഭയങ്കര വാവ് കണ്ടിരുന്നു. ഞാനൊരു വാവ് കണ്ടില്ല. ചിലപ്പോ തണുപ്പത്ത് ആ ചൂട് ഓക്കെയായിരുന്നു. കാരണം ഒന്നാമത് മഞ്ഞില് തണുപ്പത്ത് എന്ത് കിട്ടിയാലും ചൂട്, ആ ചൂടോടെ മാഗി കിട്ടുമ്പോ പച്ചവെള്ളത്തിലായാലും എന്തായാലും കിട്ടുമ്പോ അവര് ഭയങ്കര, ഞാൻ നോട്ട് ബാഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ തണുപ്പത്ത് അത് കിട്ടുമ്പോ 50 രൂപ ഒരു മാഗിക്ക്. നിങ്ങൾ മാക്സിമം മറ്റേ സാധനം മറ്റേ എന്താ ചൂടുവെള്ളം ഒഴിച്ച് അല്ല മറ്റേതുണ്ടല്ലോ ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റ് മാഗി കൊണ്ടുപോവാ, പൈസ ലാഭിക്കുക. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ മാഗി തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടണം. അപ്പൊ നിങ്ങൾ സേഫിന് ഇൻസ്റ്റന്റ് കൊണ്ടുപോയാൽ കുറച്ചും കൂടി നല്ലതാവും. ഞങ്ങൾ വേറെ കാര്യം കൂടി ചെയ്തിരുന്നു കേട്ടോ. രാത്രി ഒരുപാട് ഫുഡ് ഞങ്ങൾക്ക് കൊടുന്നിരുന്നു അവിടെ. അത് ഞങ്ങള് മാറ്റി വെച്ചിരുന്നു രാവിലത്തേക്ക്. പക്ഷെ ഒരു ദിവസം ഞങ്ങൾ ട്രൈ ചെയ്തു. പിറ്റേ ദിവസം നോക്കിയപ്പോ തണുത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും ഫെബിയും പറ്റാത്ത നമ്മളെങ്ങനെ അറിയോ, ഞാനും ഫെബിയും മാത്രമേ ഡിന്നർ കഴിക്കൂ. ഗൗരിയും VPയും അവിടെ നിന്ന് അനങ്ങില്ല. ഇത്രയും മടിയെത്തിയ ഇവർ രണ്ടുപേരും മടിച്ചികളും മടിയനും ആയിരുന്നു. രണ്ടും എപ്പോഴും ബെഡ്ഷീറ്റിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങില്ല. ഇവര് നൈറ്റ് ഫുഡ് കഴിക്കില്ല. ഞാനും ഫെബിയും മാത്രം പോവും. എന്നിട്ട് അവിടുന്ന് അവര് വന്ന് ഈ ഒരു 2 ഉരുള ഞാൻ വെക്കുമ്പോ പിന്നെ കറി വെക്കുമ്പോ മടുപ്പ്, അതായത് ആ ആവേശത്തിന്റെ അടുത്ത് തിന്നാൻ തോന്നില്ല. അപ്പൊ നിങ്ങൾ പിറ്റേ ദിവസമൊക്കെ വരെ വെക്കണമെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കിയതൊന്ന് ഭയങ്കര തണുപ്പാ, സഹിക്കാൻ പറ്റില്ല. കാരണം അത്രയും കുറേ ഫുഡാണ് കൊടുത്തിരുന്നത് ഞങ്ങൾ രണ്ടുപേർക്ക്. ഐറ്റംസും ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൽ കുറെ ഡെസേർട്ട് ഇങ്ങനെ വരും. ഭയങ്കര അങ്ങനത്തെ സംതിങ് ഒക്കെ നല്ല. അത് നമ്മളിത് പറയുന്നത് മണാലിയിൽ എല്ലായിടത്തും കിട്ടുന്നല്ലോ കേട്ടോ. നമ്മളിപ്പോ താമസിച്ച ഹോട്ടലിൽ മാത്രം, അവിടെ മാത്രം ഗോൾഡൻ ആപ്പിൾ അവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതൊക്കെ കിട്ടിയിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ച വേറെ സിദ്ധു കഴിച്ചിരുന്നോ, അത് അവിടുത്തെ ഒരു ഫേമസ് സാധനം എന്ന് പറഞ്ഞാൽ സിദ്ധു. നമ്മളത് അവിടുന്ന് ഒരു നോർമൽ ഒരു ചേച്ചി അവിടെ ഒരു ചെറിയ ഷോപ്പിൽ ഒരു ചേച്ചി ഉണ്ടാക്കുന്നതാ. സിദ്ധുവിന്റെ ഫോട്ടോ ഞാൻ കൊടുക്കാം താഴെ. ബ്രെഡ് പോലെ ഒരു മൈദ, അതിന്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം വെച്ചിട്ട് ചിക്കൻ്റെ തന്നെ അത് വെച്ചിട്ട് നമ്മൾ മുക്കി തിന്നണം. എനിക്കൊരു ഫീലിംഗ് കിട്ടിയിട്ടില്ല. കാരണം മീൻസ് ആ ചമ്മന്തി ഒരു എരിവുണ്ടായിരുന്നു, അതിന്റെ ഒരു ബാക്കിയൊക്കെ ഒരു നോർമൽ. പിന്നെ ഒരു സ്ഥലത്ത് പോയി അവിടുത്തെ ഫുഡ് കഴിക്കണം എന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതാണല്ലോ. അങ്ങനെ എനിക്കൊരു 1 ടൈം നോക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എൻ്റെ കൂടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, മീൻസ് ഫെബിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫെബി എപ്പോഴും പറയുന്ന വേറൊരു ഇതാണ്, ഫെബിയും ഗൗരി ആണെങ്കിലും VP ആണെങ്കിലും എപ്പോഴും പറഞ്ഞിരുന്ന വേറൊരു സാധനമാണ് മോമോസ്. അത് പിന്നെ ചിക്കൻ അടിപൊളിയാണ്. നമ്മള് എവിടുന്നല്ല എല്ലായിടത്തും മീൻസ് മോമോസ് എന്നും സ്ഥിരം. പിന്നെ എല്ലായിടത്തും കഴിക്കാനുള്ള സമയമില്ലായിരുന്നു. റൂമിലല്ലേ ഫസ്റ്റ് ഡേ വന്നു. അന്നൊരു ദിവസം ഞങ്ങൾ പോരുന്ന ദിവസമാണ് മോമോസ് കഴിച്ചത്. നമ്മളെ ബസ് നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്നായിരിക്കും ബസ് കയറി ഉണ്ടാവില്ലേ അല്ലേ? ഞങ്ങൾക്ക് അവിടുന്ന് അല്ലായിരുന്നു ബസ്, കാരണം അങ്ങോട്ടും ബസ് വരില്ല. നിങ്ങൾ ഏറ്റവും താഴത്തെ ഷോപ്പിൽ നിന്നാണ് കഴിച്ചത്?
ഞങ്ങൾ അവിടേക്ക് ബസ് സ്റ്റാൻഡിലേക്കും ബസ് വരൂല, റോഡിലൊക്കെ മഞ്ഞായിട്ട്. കുളുല്ലേ, കുളുവിലായിരുന്നു ബസ് ഉണ്ടായിരുന്നത്. അതുവരെ നടന്നു. എത്ര കിലോമീറ്റർ? ഏകദേശം എത്ര കിലോമീറ്റർ ആണെന്ന് നോക്കി. മഞ്ഞില് നമ്മളെ റൂമിൽ നിന്ന് മെയിൻ റോഡിലേക്ക് എത്ര ഉണ്ട്? അവിടേക്ക് തന്നെ ഉണ്ട് ഏകദേശം 7 കിലോമീറ്റർ. അത്രയും കിലോമീറ്റർ നിങ്ങൾ ഈ മഞ്ഞിൽ നടന്നു? 7 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അവിടുന്ന് കുളു വെക്കുന്നത്. ഓ, നിങ്ങൾ സ്ലിപ്പ് ആവില്ല കാരണം കാല് ഫുൾ ഉള്ളിൽ പോകുന്നു. ഫുള്ള് മഞ്ഞ. ഏകദേശം മുട്ടിന്റെ, ഞങ്ങൾ പോരുമ്പോൾ റോട്ടില് മുട്ടിന്റെ കുറച്ച് താഴെയായിട്ട് അത്രയും മഞ്ഞ് നിൽക്കുന്നുണ്ട്. കാലെടുത്ത് വെച്ച് നടക്കണം. അതോ നടക്കുന്നതോ ട്രോളി ബാഗ് ഉണ്ട്, ട്രാവലിംഗ് ബാഗ് ഉണ്ട്, വേറൊരു ബാക്ക് പാക്ക് ഉണ്ട്. ഇതൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. വേറെ വഴിയില്ല, വണ്ടി അങ്ങോട്ട് വരില്ല. അപ്പൊ മണാലി പോകുമ്പോ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ ഭയങ്കര പിന്നെന്താണ് എൻജോയ് ചെയ്യാന്ന് എപ്പോഴും മുൻകരുതൽ വേണം. കാരണം ഇവര് മഞ്ഞ് എക്സ്പെക്ട് ചെയ്തില്ല, ഇവർക്ക് ഭയങ്കര മഞ്ഞ് കിട്ടി. ഞാൻ മഞ്ഞ് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തു. ഇതെന്ന് വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത്, അവിടെ ഉള്ളവര് നമ്മളോട് മഞ്ഞ് വരും എന്ന് പറഞ്ഞു, എന്നിട്ട് വന്നില്ല. നിങ്ങളോട് വരില്ല എന്ന് പറഞ്ഞു, വന്നു. സോ എല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. മഞ്ഞുള്ളതും ഭാഗ്യം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗൗരി പറഞ്ഞല്ലോ ഏറ്റവും നല്ലത് ബ്ലോസം നല്ലതാണെന്ന്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മണാലിക്ക് ഓരോ സമയത്ത് ഓരോ ഭംഗിയുണ്ട്. അപ്പൊ എല്ലാ ഭംഗിയും നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ളതിലാണ് കാര്യം. ഇവരുടെ ഒരു ഫോൾ ഭയങ്കരമായിട്ട് ഇവർ എൻജോയ് ചെയ്തു, നമ്മൾ എൻജോയ് ചെയ്തത് ബാക്കിയുള്ള ഒരു സമയം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത് സിദ്ധു മോമോസ് മോമോസ് കഴിച്ചത് ഞങ്ങൾ ഇവിടുന്ന് ബസ് കയറി കുളുന്നാണ് കഴിച്ചത്. മോമോസ് എല്ലായിടത്തും ഓൾമോസ്റ്റ് നല്ലതാണ്. ചിക്കൻ മട്ടന്റെ കഴിച്ചത്, മട്ടൻ മോമോസ്. പിന്നെ ആണോ മട്ടൻ ഞങ്ങൾ ട്രൈ ചെയ്തില്ല. ആണോ മട്ടൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ചിക്കനും വെച്ചു. പോർഷൻ എത്ര? 250 ആണോ? അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് തുക്ക എന്താ പറയുക, ഈ മാഗി തന്നെ ഒരു കുറേ വെള്ളത്തില് ഒരു 5 കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? അതായത് മാഗി ഒരു മറ്റേ കൊറേ മുളക് പൊടി സാധനങ്ങൾ അതിലൊക്കെ മറ്റേ ഇവരൊക്കെ മറ്റേ വെള്ളാണ് അതില് കഞ്ഞി അതില് മറ്റേ ഫെബിയും വീപ്പിയും ഒക്കെ അത് ഭയങ്കര കാര്യമായിട്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗൗരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയല്ല, എനിക്ക് ഫുഡ് അത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ അങ്ങനെ വിശന്നില്ല അവിടെ. കാരണം അവിടുത്തെ ക്ലൈമറ്റ് ആണോ എന്താണോന്ന് അറിയില്ല, എനിക്ക് വിശന്നില്ല. പൊതുവെ ഞാൻ എവിടെ പോയാലും ഫുഡ് ഭയങ്കരമായിട്ട് കഴിക്കും, പക്ഷെ അവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. പക്ഷെ തുക്കിയും ഈ പറഞ്ഞ പോലെ നിങ്ങൾ ട്രൈ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് എൻ്റെ ടേസ്റ്റ് അല്ല, നിങ്ങളുടെ ടേസ്റ്റ്. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് സിദ്ധു ട്രൈ ചെയ്യണം, തുക്ക ട്രൈ ചെയ്യണം, അവിടുത്തെ മോമോസ് മസ്റ്റ് ട്രൈ, മാഗി. ഇത് നാലുമാണ് എനിക്ക് ഭയങ്കര കാര്യമായിട്ട് അവർ അത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ കബാബ് എല്ലാ കടയിലും കിട്ടും, നോർമലി ഷോപ്പുകളിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ബാർബിക്യൂ പറഞ്ഞാൽ അവിടെ പറഞ്ഞില്ലേ ഒരു ഫെസ്റ്റിവൽ നടക്കണമെന്നില്ലേ മണാലിന്റെ, അവിടെ ഒരു കൗണ്ടർ കൊടുത്തിട്ട് ബാർബിക്യൂന്റെ ഒരു മെഷീൻ ഉണ്ടല്ലോ, അത് കൊടുത്തിട്ട് അവര് സെറ്റ് ചെയ്തതാണ്. പക്ഷെ ഞങ്ങൾ മാൾറോഡിൽ പോയപ്പോ കണ്ടില്ല, ആ ഫെസ്റ്റിവലിനുള്ളൂ, വേറെ ഒന്നുമില്ല. അവർ സ്പെഷ്യൽ ആയിട്ട് ഒരു കൊടുന്ന് സെറ്റ് ചെയ്തതാണ്. അപ്പൊ അത് ഭയങ്കര തിരക്കാണ്, ഭയങ്കര റേറ്റുമാണ്. ചെറിയ 4 പീസിന് തന്നെ 350 രൂപയാണ് കൊടുത്തത്. വെറും ചെറിയ അല്ല, ടേസ്റ്റ് അവിടെ കുറെ തിരക്കും റഷും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഞങ്ങളൊന്ന് കയറി വെക്കിയതാ, എന്താന്ന് അറിയാണല്ലോ. ഞങ്ങളത് വാങ്ങി, ആകെ ചെറിയ 4 കഷ്ണം. പക്ഷെ പൈസ വെറുതെ കളയണ്ടല്ലേ. പക്ഷെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്തു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു കുറെ റിവ്യൂ ഒക്കെ എടുപ്പിച്ച്, എന്തോ ഒരു പേരുണ്ടായിരുന്നു. റിവ്യൂ എടുക്കുമ്പോ പറയായിരുന്നേ പൈസ നാളെ കൂടി ഫ്രീ തരണം, റിവ്യൂ തരണമെങ്കിൽ നാളെ കൂടി ഫ്രീ. എനിക്ക് പറയാം ഞാനൊരു ഇൻഫ്ലുവൻസർ, ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടില്ല. നമ്മുടെ ഇതാണ് ഫുഡിന്റെ, എനിക്ക് ഇതൊക്കെ ട്രൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മസ്റ്റായിട്ട് മണാലി പോയാൽ ഇതൊക്കെ ചോദിച്ച് വാങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച് വാങ്ങണ്ട, എല്ലാ ബോർഡിലും ഈ സിദ്ധു മറ്റേ തുക്ക മാഗി മോമോസ് ഇതന്നെ എഴുതിയിട്ടുണ്ടാവും. എല്ലാ ബോർഡ്സിലും അത് കാണാൻ പറ്റും. അതാണ് അവിടുത്തെ ഒരു വേറൊരു ഇത്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് പറഞ്ഞപ്പോഴും മറ്റേ ഞങ്ങളൊരു ദിവസം ഒരു ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹം, കാരണം എന്നും ഇതല്ല. അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ ഒരു കടയിൽ പോയി, മണാലിന്ന്. അത് പക്ഷേ കുറച്ച് വലിയ കടയായിരുന്നു, കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷേ കാണാൻ എക്സ്പെൻസീവ് ആയിരുന്നു. ഞങ്ങൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഷോപ്പിൽ, വലിയ ഷോപ്പും. പിന്നെ മനസ്സിലായി എന്തുകൊണ്ട് ആൾ കയറാത്തത്, കാരണം അത്രയും വലിയ ഷോപ്പാണ്, വലിയ ബ്രാൻഡാണ്. നമ്മുടെ ഇവിടെ ആ പേരിൽ മന്തി ഷോപ്പൊക്കെ ഉണ്ട്, വലിയ ബ്രാൻഡാ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞങ്ങൾ അപ്പോൾ നല്ല ബിരിയാണി കിട്ടുന്ന വെച്ചാൽ ബിരിയാണി കിട്ടി. പിറ്റേ ദിവസം മുതൽ VP ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. VPക്ക് ലൂസ് മോഷൻ, VPക്ക് മാത്രമേ ലൂസ് മോഷൻ വന്നത്, ഭയങ്കര ലൂസ് മോഷനൊക്കെ ആയിരുന്നു. VP ഫുൾ കിടത്തത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം പോയി. പിറ്റേ ദിവസം ഞങ്ങൾ ജോഗിനി വാട്ടർഫോളിൽ പോയി.
അവിടെ പോയപ്പോഴും ഈ പറഞ്ഞ പോലെ അതിന്റെ മേലെ ഭയങ്കര കാണാൻ ഭയങ്കര രസമാണെന്ന് ഗൗരിയും ഫേബിയും വീപ്പിയും പറഞ്ഞിട്ട് എനിക്കറിയാം. ഇവർ 3 പേരും ഓൾറെഡി മണാലി പോയ ആൾക്കാരാണ്, ഞാൻ ഫസ്റ്റ് ടൈമാണ്. പക്ഷെ അത് പകുതി എത്തിയപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ വീപ്പിക്ക് വയ്യാതെയായി, പിന്നെ എനിക്കും ഫിസിക്കലി കുറച്ച് വീക്കായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഞങ്ങൾക്കത് മിസ്സായി. അപ്പോൾ ജോഗിനി വാട്ടർഫോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണെന്ന് ഇവർ പറയുന്നത്, അടിപൊളി സ്ഥലമാണെന്ന്. നിങ്ങൾ പോയില്ലല്ലേ? പകുതി പോയപ്പോഴേക്കുമാണ് ഈ വയ്യായ്മ വന്നപ്പോൾ, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. ഓൾറെഡി വീപ്പി ഭയങ്കര വീക്കായിരുന്നു, പെട്ടെന്ന് ഞാനും പകുതിക്കുന്ന വീക്കായി. അങ്ങനെ ഞങ്ങളത് മൊത്തത്തിൽ വീക്കായി പോയി. ആ ഒരു പ്ലാനേ വീക്കായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ നേരെ വന്ന് ഞങ്ങൾ കറക്റ്റ് ആട്ടോ. ഞങ്ങൾക്ക് എക്സ്ട്രാ ഒരു ദിവസം പോലും കിട്ടിയില്ല, കാരണം ഞങ്ങൾക്ക് അവിടെ മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ ആയി. ഞങ്ങൾ നേരെ ഡൽഹിയിൽ വന്ന് ഈ പറഞ്ഞ ഡൽഹിയിൽ ഒരു ദിവസം റൂം എടുത്ത് പിറ്റേ ദിവസം ഡൽഹി എത്തു. പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞാടാ മണാലി. ഡൽഹിന്ന് ഇങ്ങോട്ടല്ലേ വന്നത് ദുബായിക്ക്? ആ, ഞാൻ ദുബായിലോട്ട് അവരിത്. പക്ഷെ ഭയങ്കര പെട്ടെന്ന് നല്ല മൊമെന്റ്സ് ആയിരുന്നു. ഞങ്ങക്ക് പെട്ടെന്ന് തീർന്നില്ല, കാരണം ഞങ്ങളവിടെ സ്റ്റെക്ക് ആയതുകൊണ്ടായിരിക്കും. ഇല്ല, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ മിന്നുവിന് മെസ്സേജ് പോയി ഇനി പറഞ്ഞു എന്നോട്, ഇതുവരെ ഞാൻ ബോറടിച്ചടങ്ങ, ഇതുവരെ നല്ലതായിരുന്നു, ഇനി നിന്നാ ബോറടിക്കുന്നത്. സത്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് 2 ദിവസം 3 ദിവസമൊക്കെ പുറത്ത് മഞ്ഞിലിറങ്ങി കളിച്ചു. പിന്നെ 4ാമത്തെ ദിവസം കാണാനുള്ളത് ഈ മഞ്ഞ മുന്നിൽ. ഇതേ സാധനം തന്നെ മുന്നിൽ കാണാനുള്ള, വേറെ ഒന്നുമില്ല. ഇറങ്ങിക്കഴിഞ്ഞാല് ഹോട്ടലിന് മുന്നിൽ ഇറങ്ങുക, മഞ്ഞിലിറങ്ങുക, കളിക്കുക. ഇതെന്താ ഇതിലിങ്ങനെ കളിച്ച് ഒരു ദിവസമാണെങ്കിൽ നല്ലതായിരുന്നല്ലേ. 1, 2, 3 ദിവസം ഞങ്ങൾ ഇറങ്ങി. അതിന്റെ അപ്പുറമായപ്പോ പിന്നെ മടുത്തു തുടങ്ങി. എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ വരുന്നതിന്റെ തലേന്ന് മഞ്ഞ് ഉണ്ടായാൽ മതി എന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പോയ അന്ന് മഞ്ഞ്, പിന്നെ മഞ്ഞ് വേണ്ട, അപ്പൊ എക്സ്പ്ലോർ ചെയ്യാലോ. മഞ്ഞേ കിട്ടിയില്ലട്ടോ. പക്ഷെ ഇവരുടെ മഞ്ഞ് ഒരു രക്ഷയില്ലാത്ത മഞ്ഞായിരുന്നു. പിന്നെ മിന്നൊക്കെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് കർട്ടനിങ് മാറ്റിയിട്ടിട്ട് ഗ്ലാസ് ഇട്ടിട്ട് നല്ല മറ്റേ ഫിലിമൊക്കെ കണ്ടിട്ട്, മഞ്ഞ് പുറത്ത് മലന്റെ മഞ്ഞൊക്കെ കണ്ട് ഫിലിമൊക്കെ കണ്ട് അങ്ങനെ കിടക്കുന്നു. വേറെ പുറത്തിറങ്ങണമൊന്നുമില്ല, എവിടെയും പോകണം. കാരണം പുറത്തിറങ്ങിട്ട് എവിടെയും പോകാനൊന്നുമില്ല. പക്ഷെ നമ്മളെ അപ്പുറത്തൊരു ഫാമിലി ഉണ്ടായിരുന്നു, ഒരു നല്ല രീതിയിൽ പെട്ടുപോയി. ഒരു ഡൽഹിയിൽ നിന്ന് വന്നിരുന്നു, ഒരു ഫാമിലി ആയിരുന്നു. ഒരു കാറായിട്ടാണ് വന്നത്, ഡ്രൈവ് ചെയ്തിട്ട്. കാറ് നമ്മളെ റൂമിന്റെ അവിടെ കൊടുത്തിട്ടാണ് പാർക്ക് ചെയ്ത്. ഇവരെ കാറ് മൊത്തത്തിൽ മഞ്ഞ് മൂടി കിടക്കുക. ഞങ്ങൾ തന്നെ ലാസ്റ്റ് ദിവസം ഞങ്ങൾ ലാസ്റ്റ് ദിവസം ഇറങ്ങിയപ്പോൾ നമ്മളെ ഗൈഡ് വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ നടന്നിട്ട് താഴെ വരെ നിങ്ങൾക്ക് പോകാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി ബസ് ബുക്ക് ചെയ്ത് തരാം. അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞിത് ഉരുകി തീരണമെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും. ഇവർ JCB ആയിട്ട് വന്നിട്ട് അത് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇനിയും ടൈം എടുക്കും, ഏകദേശം ഒരു 3-4 ദിവസം ഇനിയും പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ നടന്നിറങ്ങിയത്. മറ്റൊരു JCB ആയിട്ട് വന്ന് ക്ലിയർ ചെയ്ത് പോകില്ലാതെ ഒരു വഴിയില്ല. സത്യം പറഞ്ഞപ്പോൾ നമ്മൾ കാർ എടുത്ത് പോകണത് സേഫ് അല്ല ആ ഒരു മഞ്ഞുള്ള സമയത്ത്. ഇങ്ങനെ പെട്ട് കഴിഞ്ഞാൽ അവിടെ നിൽക്കേണ്ടി വരും. അതിൽ എനിക്ക് തോന്നുന്നു പാക്കേജ് ഒരു പക്ഷെ നല്ലതാവും, കാരണം അവരുടെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് അവര് നമ്മളെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകും, കറക്റ്റ് ആയിട്ട് എത്തിക്കും. പാക്കേജ് ആയതുകൊണ്ട്. മറ്റേ ടീം പാക്കേജ് ഇല്ല, ഒരു ഡൽഹിയിൽ നിന്ന് വന്ന ടീമാണ്, മലയാളീസ് അല്ല, ഡൽഹിക്കാരാ. അവര് പാക്കേജ് ഒന്നും എടുക്കാതെ ഡയറക്റ്റ് വന്നതാ. അവര് ഓരോ ദിവസം ആ റൂമിൽ സ്റ്റേ ചെയ്യുന്നതിനുള്ള പൈസ പാക്കേജ് ഭയങ്കര സേഫ്, ഭയങ്കര അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ. നിങ്ങൾക്ക് പാക്കേജിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യാൻ മതി, നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് തരും. റിഷാദ് CH എന്താ ഇൻസ്റ്റാഗ്രാം പേര്, CH മോനിഷ ഭാരതി. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടിപൊളി അഫോർഡബിൾ പ്രൈസിലായിരുന്നു നമ്മൾ പോയത്. നല്ല സ്റ്റേയും കിട്ടില്ല, എല്ലാം കിട്ടില്ലെന്നായിരുന്നു. ഞങ്ങൾ ആ മഞ്ഞിന്റെ വീഡിയോ കണ്ട് വന്നതിന് ശേഷം കുറെ പേര് മെസ്സേജ് അയച്ചു. ആണല്ലേ, നമ്മള് പിന്നെ ചോദിച്ചിട്ട്. കാരണം നമ്മളെന്താണെന്നറിയോ, ഇത് ഇപ്പം ഇതിലൊന്നും പറയാം, നമ്മൾ പ്രൊമോഷൻ ഒന്നും അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. പേഴ്സണൽ അയക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തരാം. പിന്നെ വേറൊരു കാര്യം, വോൾവോ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വോൾവോ ഒക്കെ അടിപൊളി യാത്രയാണ്. പക്ഷെ വോൾവോയിൽ മനുഷ്യന്മാർ ഏതോ തുരങ്കത്തിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വരുന്ന അടിപൊളിയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ തിരിച്ചു വരുമ്പോൾ ചില സ്ഥലത്ത് പേടിപ്പെടുത്തുന്ന ഏരിയകളുണ്ട്, താഴേക്ക് നല്ല കുഴിയും ഇതുള്ളതുണ്ട്. പിന്നെ വിജലിമ്പിച്ച് കിടക്കുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇവനെ പോലെ ഹണിമൂൺ പോകുന്ന കുറെ വധൂരികൾ ഉണ്ടാവും. ഞങ്ങളെ പോലെ പറയണ്ട, എന്റെ പിന്നെ വോൾവോ പോകുമ്പോ നൈസായിരുന്നു, വരുമ്പോ ഒന്നും പറയണ്ട, നമുക്ക് ഒന്നിനും പറ്റില്ല. ഇവരങ്ങ് സീറ്റ് നമ്മുടെ നെഞ്ചത്തിട്ടാണ് കിടക്കും, നമുക്ക് തിരിച്ചു അങ്ങോട്ട് കിടക്കാൻ പറ്റുമോ? പിന്നെ അങ്ങ് കുൽസിതം വോളുവിൽ നമ്മൾ കണ്ണടച്ച് കിടക്കും. അത് റൂം എടുക്കാൻ പോലും അതർമാണാല് ഞാൻ എന്റെ അടുത്തുള്ളവരോട് ഇനി ഇവരെങ്ങാനും ഡൽഹിയിലെത്തിയിട്ട് ഇവിടെ വേറെ എല്ലാവരും കൂടെ ഓടിപ്പോയി ഇത്രയും തീടുക, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വോളുവില്. പക്ഷെ അതർവൈസ് നൈസ് ആയിരുന്നു. വോളു ഭയങ്കര സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും മണാലിയിലെത്തി, ഡൽഹിയിലും എത്തി. തിരിച്ചു ഡൽഹിയിൽ നേരെ ഡയറക്റ്റ് ഇറങ്ങിയിട്ടില്ലല്ലോ. ഡൽഹിയിൽ ഇറങ്ങി ഞങ്ങൾ ഒരു ദിവസം റൂം എടുത്ത് സരോജിനി മാർക്കറ്റിൽ പോയി കുറെ പർച്ചേസ് ചെയ്ത്. എന്റെ ഓൾമോസ്റ്റ് എല്ലാ റീൽസിലും അതിന് ശേഷമുള്ളത് 100 rupees സരോജിനി മാർക്കറ്റ് തിങ്സ് ആണ്. കുറെ സരോജിനി മാർക്കറ്റിൽ കുറെ സാധനങ്ങളൊക്കെ വാങ്ങി. സരോജിനി മാർക്കറ്റ് പക്ഷെ കുറെ നേരം എക്സ്പ്ലോർ ചെയ്യണം, എന്നാലും കുറെ സാധനം കിട്ടും, പെറുക്കി എടുക്കാൻ പറ്റും. നോക്കി എടുക്കണം, നല്ലതായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ യാത്ര. എനിക്ക് ഇത് കിട്ടിയില്ല,
സ്നോ കിട്ടിയില്ല, അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വേറെ രീതിയിൽ എൻജോയ് ചെയ്തു. ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ പോകുമ്പോൾ മാക്സിമം വല്ല പാക്കേജ് എടുത്ത് പോകാൻ ശ്രമിക്കുക. അതാകുമ്പോൾ അവരങ്ങ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തോളും. അല്ലെങ്കിൽ നമുക്ക് അത്ര തലവേദന ഇല്ല. പിന്നെ ഈ പറഞ്ഞ നമ്മളെ കയ്യിൽ നിന്ന് അങ്ങനെ ക്യാഷ് ഇതേമാതിരി ലോക്കായി കഴിഞ്ഞാൽ പോയിക്കൊണ്ടേ. അങ്ങനെ അതെ പൈസ ഉണ്ടെങ്കിൽ പണ്ട് ഗൗരി പറഞ്ഞിട്ടുണ്ട്, ഇവർ ഇതുപോലെ മണാലിയിൽ പെട്ടിട്ട് എത്രയോ ദിവസങ്ങൾ നിന്നു. അപ്പൊ ഇവരുടെ കയ്യിലുള്ള പൈസ മൊത്തം പോയി. പാക്കേജ് ആകുമ്പോൾ ആ കാര്യമൊക്കെ സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡ്, നിങ്ങൾ ഈ പറഞ്ഞ ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യാം. ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു, എനിക്ക് രഞ്ജുവിനും തണുപ്പത്ത് ഫുഡ് വിശക്കില്ല. നിനക്ക് വിശന്നിരുന്നു അവിടെ എത്തിയിട്ട്? ഫെബിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. ഞാനും ബിപിയും ഗൗരിയും നോർമൽ ആയിരുന്നു. പക്ഷെ ഫെബിക്ക് നല്ല വിശപ്പായിരുന്നു. എനിക്കും വിശന്നില്ലായിരുന്നു. സോ നല്ല വിശപ്പായിരുന്നു. മിന്നോനോ? മിന്നും കഴിച്ചിരുന്നു അത്യാവശ്യം. അപ്പൊ നമ്മുടെ പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ വിശക്കും, അപ്പൊ മുൻകരുതലുകൾ എടുക്കുക. ഇവരെ പോലെ മാഗി കൊണ്ടുപോവുക. നല്ല അവിടുത്തെ മാഗി. പിന്നെ അവിടെ ഗുലാബ് ജാം ഇങ്ങനെ കിട്ടുന്ന, പിന്നെ നമ്മൾ നോർമലി ട്രെയിനിലൊക്കെ കിട്ടുന്ന പോലെ കുറെ കടല, മിക്സർ, ഉള്ളി ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. അതെന്ന് പിന്നെ നമ്മൾ കശ്മീർ മറ്റേതുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ വെക്കുന്ന ഡ്രസ്സ്, മണാലി ഡ്രസ്സൊക്കെ എടുത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നീ എടുത്തിട്ടുണ്ടായിരുന്നു? ഞാൻ കണ്ടായിരുന്നു. എടുത്തിട്ടുണ്ടാ. എത്ര രൂപ കൊടുത്തു? ഞങ്ങൾ എത്ര കൊടുത്ത്? 2 പേരതും കൂടി നമ്മുടെ ആദ്യം എത്ര പറഞ്ഞത് കേൾക്കണ്ടേ? എത്ര? ഒരാൾക്ക് 600 പറഞ്ഞത്. എത്ര ലാസ്റ്റ്? 2 പേർക്കും കൂടി 150. പിന്നോട് ആദ്യം നമ്മളെ പാക്കേജ് എടുത്തില്ലേ? ഞങ്ങൾ ഒരാൾക്ക് 150 200 കൊടുത്തു. ഒരാൾക്കോ? പിന്നോട് ആദ്യം പാക്കേജ് എടുത്ത നമ്മള് പാക്കേജ് എടുത്ത പയ്യനില്ലായിരുന്നു? അവൻക്ക് എന്തിനാ പേര്? അജ്നാസ് എന്തോണ് അവന്റെ പേര്. അവനോട് ആദ്യം പറഞ്ഞിരുന്നു, നിങ്ങളിന്ന് ഫസ്റ്റ് ഡേ തന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഹഡിംബയിലൊക്കെ പോകുന്നത് പല സാധനങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും, പലതും വന്നിട്ട് കാണിച്ചു തരും, വാങ്ങിക്കരുത് പറഞ്ഞു. ഓൾറെഡി ഞാനിതിന് മുന്നേ മണാലി പോയ ടൈമിൽ ഞങ്ങൾ ചെക്കന്മാരെല്ലാവരും കൂടി പോയപ്പോൾ മറ്റേ ഇതുപോലെ ഞങ്ങൾ ഈ ഏരിയ ഒക്കെ കവർ ചെയ്താണ്. അന്ന് പിന്നെ നമ്മൾ ഈ ഡ്രസ്സൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞത് ആ ഡ്രസ്സിന് 50 റുപ്യ മാക്സിമം, അതിൽ കൂടുതൽ 1 രൂപ പോലും കൊടുക്കരുത്. പക്ഷെ രസമാണ്. 150 നിങ്ങൾക്ക് 2 പേർക്ക് കിട്ടിയെങ്കിൽ അത് ഭയങ്കര വേർത്താ. 50 കിട്ടുന്നതാണ്, അങ്ങനെ 100 കിട്ടണമായിരുന്നു. അപ്പൊ എല്ലാരും ബാർഗൈനിങ് ചെയ്യും. ഒരിക്കലും വീഴല്ല ഞങ്ങളെ പോലെ. എന്ന് വെച്ചാൽ മീൻസ് ഈ തലയില് ഇതിടാം, മീൻസ് അവരുടെ ഡ്രസ്സ് നല്ല രസം. മൊയലിന്റെ അടുത്തായിരുന്നോ? ഒരു മൊയലുണ്ടായിരുന്നു. അതിന് എത്ര രൂപ കൊടുത്തു? ഇല്ല, മൊയൽ ഞങ്ങൾ എടുത്തില്ല. മൊയലുണ്ടായിരുന്നു, പിന്നെ വേറെ സാധനം ഒരു കൊട്ട ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു സാധനങ്ങൾ ഉണ്ടല്ലോ മണാലിയിലൊക്കെ കാണുന്ന അത് ഞങ്ങൾ കേറില്ല, പേടിയായിരുന്നു. എനിക്ക് കിലുക്കത്തില് അത് ഓർമ്മ വന്നു. എങ്ങാനും ഇടിച്ച് നമ്മളെടുത്തില്ല. മൊയലെടുത്തില്ല. മൊയലെടുത്ത് 50 രൂപ. മൊയലിനാ? ആ മൊയലിന്റെ റേറ്റേ ഉള്ള ഡ്രസ്സിന് ആ മൊയലെടുത്തിട്ട് ഇങ്ങനെ പൊക്കി ചിരിച്ച് 50 രൂപ. അപ്പൊ തന്നെ ആ ചേച്ചി അപ്പൊ തന്നെ വന്നങ്ങ് വാങ്ങിക്കൊണ്ടേ. മൊയലിനാണെങ്കിൽ താല്പര്യം നേരം വേണമെങ്കിൽ ഇടാലോ. ഡ്രസ്സ് കുറെ നേരം ഇടാം. അവര് തിരിച്ച് ചോദിക്കുന്നൊന്നുമില്ല. ഇല്ല, വന്ന് നോക്കുന്നില്ല. നമുക്ക് ഫോട്ടോ കിട്ടാം. അത് വേർത്താണ് 150ക്ക് 2 പേർക്ക്. അപ്പൊ നിങ്ങള് മാക്സിമം ബാർഗൈൻ ചെയ്യാം. അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയായിരുന്നോ? അതിന്റെ ഉള്ളില് അകത്തല്ലേ ഇങ്ങനെ നടന്ന് കാണാൻ? അല്ല, അതിന്റെ ഉള്ളില് വിഗ്രഹം ഉണ്ട്. ചിലവർ ചെന്ന് പ്രാർത്ഥിക്കും. ഞാനും വി പി മാത്രമേ കയറിയുള്ളൂ. അതിന്റെ ഉള്ളിൽ എല്ലാവരും കയറുന്നുണ്ടായിരുന്നു. ഞാനും വി പി മാത്രം കയറി. പക്ഷെ അതിന്റെ ഉള്ളിലെ അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു പീസ് ആണ്. അതിന്റെ ഉള്ളിൽ എന്തായാലും മസ്റ്റായിട്ട് കയറണം. എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ കയറാറില്ല. ഞങ്ങൾ 2 പേരും കയറിയപ്പോഴും ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ക്രൗഡൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ഒരു പ്രസാദമൊക്കെ കിട്ടി. അതൊക്കെ ഞങ്ങൾ കഴിക്കാൻ ഞങ്ങൾ 2 പേരും കയറി. ബാക്കിയുള്ളൊരു ഫെബിയും ഗൗരിയൊക്കെ പുറത്തായിരുന്നു. അത് നല്ലൊരു ഇതായിരുന്നു. അത് ആർക്കും അറിയില്ല. സോ നിങ്ങൾ അമ്പലത്തിൽ ഉറപ്പായിട്ട് ഉള്ളിൽ കയറണം. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇതിങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ മണാലി ട്രിപ്സ്. അപ്പൊ അതാണ് മറ്റേ ഈ പറഞ്ഞ പോലെ ബാർഗൈൻ മറക്കരുത്. ഞങ്ങൾ കുതിരക്ക് കയറാൻ പോയപ്പോഴും അത് അവർ ആദ്യം 1000 എത്ര പറഞ്ഞു, പിന്നെ അത് 200 ആയി. അതുകൊണ്ട് നല്ല ഹെവി ആയിട്ട് ആദ്യം പറയും. പിന്നെ നമ്മള് വേണ്ടെന്ന് പറഞ്ഞ കുറഞ്ഞു വരും, നല്ല രീതിക്ക് കുറയും. എല്ലാത്തിനും വേണ്ടെന്ന് പറഞ്ഞു. 2 പേർക്കും കൂടെ എത്ര 300 എത്ര പറഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞ് പോരാൻ നിൽക്കും. പിന്നെയും വിളിച്ച് വരുത്തി ലാസ്റ്റ് 150 150 ഞാൻ അങ്ങോട്ട് പറഞ്ഞത് 2 പേരും കൂടി. അവര് ഓക്കെ ഒന്നും പറഞ്ഞില്ല. അവര് വന്നിട്ട് ഡ്രസ് ചെയ്യിപ്പിച്ചു. ഞാൻ കൊടുത്തപ്പോ കറക്റ്റ് ആയിട്ട് ചേഞ്ച് ഉണ്ടാകാൻ 150 കൊടുത്തു. അവരൊന്നും പറഞ്ഞില്ല. സോ ബാർഗൈനിങ് മസ്റ്റ് ആണ്. അത് എനിക്ക് തോന്നുന്നു മണാലി എന്നല്ല, എവിടെ ചെന്നാലും ബാർഗൈനിങ് ഭയങ്കര മസ്റ്റാ. സോ ഇങ്ങനെയാണ് ഞങ്ങളുടെ മണാലി. ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ ഇനി മണാലി വിശേഷങ്ങൾ പറഞ്ഞ ഫുൾ കുൽസിതായതൊന്നും പറയുന്നില്ല. തീരാത്തത്ര വിശേഷങ്ങൾ ഉണ്ടാവും. സോ നിങ്ങളുടെ മണാലിക്ക് പോകണമെങ്കിൽ ഞങ്ങൾ ആലോചിക്കണം. 10 ദിവസത്തിന്റെ വ്യത്യാസത്തിലാണ് പോയി. പക്ഷെ ഞങ്ങളുടെ 2 പേരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഭയങ്കര വെറും 10 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഏതൊരു ട്രിപ്പ് പോകുമ്പോഴും മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് പോകരുത്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പോകരുത്. ചിലപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടിയതെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ കരുതേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തണുത്ത സാധനങ്ങൾ ബാർഗെയിനിങ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ എല്ലാം അക്സെപ്റ്റ് ചെയ്യരുത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക.
ഇതൊക്കെ തന്നെ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കരുതുക. ലഞ്ച് പ്രതീക്ഷിച്ച് ആരും പോകരുത്, അവിടെ ലഞ്ച് കിട്ടില്ല. പിന്നെ ഞങ്ങൾ കുറേ വലിയ ഹോട്ടൽസിലൊക്കെ പോയി പിസ്സ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. അത് സാഹചര്യം അനുസരിച്ച് നമ്മൾ കഴിക്കുന്നതാണ്. പക്ഷെ എന്നാലും വിശക്കില്ല അധികം. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ മണാലി വിശേഷം. നിനക്ക് വല്ലതും പറയാനുണ്ടോ? ഇല്ല. അതാണ് ഞങ്ങളുടെ മണാലി. എല്ലാ വിശേഷം പറഞ്ഞില്ലേ മണാലി? എന്താണ് എല്ലാ വിശേഷം നീ പറഞ്ഞോ? പിന്നെ പറയാൻ പാടില്ലാത്ത ഞങ്ങളെ വിശേഷങ്ങളല്ലേ, അതോടെ പറയാൻ പാടില്ല. ഞങ്ങളെ ഹണിമൂണല്ലേ. ഇവരുടെ ഹണിമൂൺ ആയിരുന്നു, ഗൗരിയുടെ ഫെബിയുടെ ഹണിമൂൺ ആയിരുന്നു. ഹണിമൂൺ ആയതുകൊണ്ട് അവിടുത്തെ കാലാവസ്ഥ തന്നെ അങ്ങോട്ട് പുറത്തിറങ്ങണ്ട, അകത്തിരുന്ന സെറ്റ് ചെയ്ത് ആലോചിക്കണേ. എന്ത് പ്രകൃതി പോലും നിങ്ങൾക്ക് സപ്പോർട്ടായി എന്നർത്ഥം. ഞങ്ങൾക്ക് പ്രകൃതി പിന്നെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഗൗരിയോടും ഫെബിയോടും പറഞ്ഞു ഹണിമൂണിന്റെ ആവശ്യമൊന്നും നിങ്ങൾക്കില്ല, നിങ്ങൾ പുറത്തു പോക്കോ, കാലാവസ്ഥ തുറന്നു വന്നിരിക്കുന്നു. ഞങ്ങൾ പുറത്ത് തന്നെയായിരുന്നു. എന്നാലും ഞങ്ങളുടെ റൂം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. റൂം നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. റൂം ഞങ്ങളുടെ ഒരു ഭയങ്കര ഇതായിരുന്നു, നല്ല കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഞാനിതിൽ നമ്മുടെ കൂടെ ഇവനും മിന്നുവിനെ പറ്റി മാത്രമേ പറയാൻ പറ്റൂ. എനിക്ക് ഫേബി ആണെങ്കിലും വി പി ആണെങ്കിലും ഗൗരി ആണെങ്കിലും ഒക്കെ കുറേ പറയാനുണ്ട്, കഥകൾ തീരില്ല. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു ഞങ്ങളുടെ മണാലി ട്രിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മണാലി ട്രിപ്പ് പോകണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്താൽ മതി. ഞങ്ങൾക്ക് പറ്റുന്ന ഡൗട്ട്സ് കിട്ടും. ഞാൻ പറഞ്ഞില്ല, കാലാവസ്ഥയെ കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, അവിടെ ഉള്ളവർക്ക് പോലും പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. സോ അങ്ങനെയാണ്. പിന്നെ ഞാൻ ഫ്ലൈറ്റ് ആണ് പോയത്, ഇവൻ ട്രെയിനാണ് പോയത്. സോ ഫ്ലൈറ്റിനെ പറ്റിയും ട്രെയിനിനെ പറ്റിയും ഒക്കെ അറിയണമെങ്കിൽ ചോദിക്കാം, കാരണം ഞങ്ങൾ എല്ലാ തരത്തിലും ഞങ്ങൾ അവൈലബിൾ ആണ്. സോ ഗൈസ്, അപ്പോൾ ഇത്രയാണ് വിശേഷങ്ങൾ. ഞങ്ങൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതാണ്. സോ മോണിഷാസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മോണിറ്റൈസ്ഡ് ആയി, അപ്പോൾ അത് വേറൊരു ഹാപ്പി ന്യൂസ് ആണ്. ഞങ്ങൾ മോണിറ്റൈസ്ഡ് ആയിരിക്കുന്നു. യെസ്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. So thank you for watching. Bye bye.